പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ദരിദ്രമായ കുടുംബത്തിൽ ജനനം. എന്നിട്ടും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിരുന്നില്ല. വെറുതെ സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത് വരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കും ഇന്ത്യൻ നീതി വ്യവസ്ഥയിലും അതിൻ്റെ സംവിധാനങ്ങളിലും ആശ്രയിക്കാനുള്ള പ്രത്യാശയും വിശ്വാസവും നൽകാൻ പ്രാപ്തമായ പ്രമാദമായ വിധികൾ പ്രസ്താവിച്ചു. അതും ആർക്കൊക്കെ സംരക്ഷണം നൽകേണ്ടിയിരുന്നോ, ആരെയാണോ നിയമം വഴി സംരക്ഷിക്കേണ്ടിയിരുന്നത്, ആ മനുഷ്യരെ നിഷ്കരണം വഞ്ചിച്ച സർക്കാരുകൾക്കും അവ സംരക്ഷിച്ചു കൊണ്ടിരുന്ന കോർപ്പറേറ്റുകൾക്കും എതിരെ കുതന്ത്രങ്ങളിലൂടെ കുറേ പാവപ്പെട്ട മനുഷ്യരുടെ നീതിയും ജീവിക്കാനുള്ള അവകാശവും നിഷേധിക്കപ്പെട്ടപ്പോൾ തൻ്റെ വിധി പ്രസ്താവനകളിലൂടെ കോടതിയുടെ മൂല്യം മുറുകെ പിടിച്ചു. അതുവഴി കോടിക്കണക്കിന് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുകയും ഭീഷണികളെയും എതിർപ്പുകളെയും യാതൊരു ഭയവുമില്ലാതെ അവഗണിച്ചതുവഴി ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്ത ഇന്ത്യയുടെ പരമോന്നത ന്യായാധിപൻ എസ് കപാഡിയയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു സർവീസ് ക്ലർക്കിൻ്റെ മകനായി 1947 സെപ്റ്റംബർ 29, അതായത് 1.5 മാസം മാത്രം പ്രായമായ സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹം ജനിച്ചു. ഏറെ പ്രതിസന്ധികളിലൂടെയാണ് വളർന്നു വന്നത്. എന്നിട്ടും ഒരു ന്യായാധിപനാകണമെന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന് മുൻപിൽ തടസ്സങ്ങളായി നിൽക്കാൻ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ പടിപടിയായി തൻ്റേതായ ഒരു ലോകം വെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. 1960കളുടെ തുടക്കത്തിൽ മുംബൈയിലെ ഫോർട്ട് ഏരിയയിലുള്ള ബെഹ്റാൻചി ജി ബോയുടെ ആഡംബരപൂർണമായ നിയമ ഓഫീസിൽ വിടർന്ന കണ്ണുകളും അതേസമയം അത്രയ്ക്കങ്ങ് സൗന്ദര്യമില്ലാത്തവനുമായി ഒരു പാഴ്സി കൗമാരക്കാരൻ ജോലിയിൽ പ്രവേശിച്ചു. കോളേജ് രാവിലെ 7 മണി മുതൽ 10 മണി വരെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ജോലിക്ക് എത്തിയിരുന്നത്. ആ ജോലി ലഭിച്ചതാകട്ടെ കോളേജിൽ കൊടുക്കാനുള്ള ഫീസ് മാത്രമേ ശമ്പളമായി വാങ്ങൂ എന്ന ഒരേയൊരു വ്യവസ്ഥയിലായിരുന്നു. എന്നിട്ടും അദ്ദേഹം പഠനത്തോടൊപ്പം ജോലിയും ചെയ്താണ് മുന്നോട്ട് പോയത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ലോ കോളേജായ ബോംബെയിലെ ലോ കോളേജിൽ നിന്ന് ബിരുദം നേടിയത്. 1976 ഒരു അഡ്വക്കേറ്റായി എൻറോൾ ചെയ്തു. 1991 44-ാം വയസ്സിൽ ബോംബെ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജായി. 2003 ഉത്തരാഞ്ചൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി. വെറും 4 മാസങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 2010 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവുകയും 2012 സെപ്റ്റംബർ 28 വിരമിക്കുകയും ചെയ്തു. ന്യായാധിപനായി ജോലി ചെയ്ത 22 വർഷത്തിൽ ഒരിക്കൽ പോലും ലീവ് എടുത്തിട്ടില്ലായിരുന്നു. അതേസമയം അവധിക്കാലത്ത് പോലും ജോലി ചെയ്തു. 2016 ജനുവരി 4 68-ാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിക്കുന്ന ദിവസവും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. 22 വർഷത്തിനിടയ്ക്ക് വളരെ പ്രമാദമായ നിരവധി വിധിന്യായങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതും സർക്കാരുകൾക്കും കോർപ്പറേറ്റുകൾക്കും എതിരെ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജഡ്ജിമാരിൽ ഒരാളായിരുന്ന അദ്ദേഹം നിയമവ്യവസ്ഥയെ പുനർവ്യാഖ്യാനിച്ച വ്യക്തി കൂടിയായിരുന്നു. ഒരു ജഡ്ജി സമൂഹത്തിൽ നിന്നും അകന്ന് അല്പം ഒറ്റപ്പെട്ട് നിൽക്കണമെന്നും അഭിഭാഷകരുമായോ വ്യക്തികളുമായോ രാഷ്ട്രീയ പാർട്ടികളുമായോ അവരുടെ നേതാക്കളുമായോ മന്ത്രിമാരുമായോ ബന്ധം പുലർത്തരുത് എന്നും, അഥവാ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം സമാഗമങ്ങൾ സാമൂഹിക അവസരങ്ങളിൽ മാത്രമായിരിക്കണമെന്നും വിശ്വസിക്കുകയും അത് മരണം വരെ പാലിക്കുകയും ചെയ്ത ഒരു വിശ്വസ്ത ന്യായാധിപൻ. 2010 മെയ് 12 ചീഫ് ജസ്റ്റിസ് സ്ഥാനമേറ്റതിനു ശേഷം ഒരു വിധിയിലൂടെ ബെല്ലാരിയിൽ അനിയന്ത്രിതമായി നടന്നിരുന്ന ഖനനം അദ്ദേഹം നിർത്തിവെച്ചു. പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും നിർബന്ധിച്ച് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറുടെ നിയമനം റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് കപാഡിയയുടെ ഏറ്റവും വലിയ 2 ഗുണങ്ങൾ സത്യസന്ധതയും അത്യന്തം കരുണയുമായിരുന്നു. നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യം എന്തുമാകട്ടെ, വെല്ലുവിളികൾ ഏതുമാകട്ടെ, ഉയരങ്ങളിലെത്താൻ നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. ശരിയായ കാഴ്ചപ്പാടും സമീപനവും ആനുപാതികമായ കഠിനാധ്വാനമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ നമുക്ക് കഴിയും. വലിയ സ്വപ്നങ്ങൾ കാണുകയും മടിയും വിരസതയുമൊക്കെ മാറ്റിവെച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായും
വിജയങ്ങൾ നേടിയെടുക്കാൻ നമുക്കും കഴിയും. ആറ്റിറ്റ്യൂഡ് അഥവാ നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. അതിനെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ജസ്റ്റിസ് കപാഡിയെ പോലെ. ഒന്ന് ഓർക്കുക, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമ്മളുടെ മാനസികാവസ്ഥയും കാഴ്ചപ്പാടും സമീപനവുമൊക്കെ എങ്ങനെയാണ്? വിജയങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ അക്ഷീണം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ? നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയും വൈകിയിട്ടില്ല. സ്വപ്നങ്ങൾ കാണൂ, കഠിനാധ്വാനം ചെയ്യൂ, വലിയ ജീവിത വിജയങ്ങൾ നേടിയെടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കൂ. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ പങ്കുവയ്ക്കണേ. താങ്ക് യു.